ഹലോ, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് ഉണക്കച്ചെമ്മീൻ അഥവാ മാങ്ങാപ്പുളി കറി വയ്ക്കാം. അതിനിതാ ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, തേങ്ങ, ഉണക്കച്ചെമ്മീൻ, മാങ്ങ, ഉപ്പ്, പച്ചമുളക്, മഞ്ഞൾ, മുളക്. ലാസ്റ്റ് ഉള്ളി അരിഞ്ഞ് തളിക്കാൻ ഇതാ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും. ഗ്യാസ് കത്തിക്കുക. കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ നമുക്ക് മാങ്ങ, മുളകും പൊടി, മഞ്ഞൾ ഒക്കെ ഇട്ടിട്ട് വേവിക്കുക. മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതിക്കിടുക. ഇനി തിളച്ചാൽ മാങ്ങ ഇടാം. തിളക്കുമ്പോൾ നമുക്ക് ഇതാ പച്ച മാങ്ങ 2 എണ്ണം അതായിക്കിടുക. അതിൽ കൂടെ പച്ചമുളക് ഇടുക. പച്ചമുളക് അതിക്കിട്ട് ഇനി വേവട്ടെ. വെന്തിട്ട് മാങ്ങ ഒന്ന് ഉടയണം. ഉപ്പ് ആവശ്യത്തിന്. ഇത് വേവുമ്പത്തിന് നമുക്ക് തേങ്ങ അരച്ചിട്ട് കൊണ്ടുവരാം. തേങ്ങ മിക്സിയിലിട്ടിട്ടൊന്ന് അരക്കുക. മാങ്ങ വെന്തു നോക്കാം. കുറച്ചും കൂടി വേവാണ്ട്. തേങ്ങ അരച്ചിട്ട് മാങ്ങ വെന്ത് നമുക്ക് നല്ലോണം ഉടഞ്ഞിടാണ്ടക്കണ്ട. മാങ്ങ വെന്തിന് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കുക. മാങ്ങ വെന്ത് ഇതാ തേങ്ങ അരച്ചിട്ട് ഒഴിക്കുക. നമുക്ക് ഇനി ഒരു അങ്ങനെ ചെറിയ കുമ്മിളകൾ പോലെ പതക്കാനോ വെള്ളം തിളക്കാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കുക. ഇറക്കി വെച്ചിട്ട് താളിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ചെറിയ ഉള്ളി വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് താളിച്ചതിന് ശേഷം ഈ ചെമ്മീൻ കഴുകി വറുത്തതാണ്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നുകൊണ്ട് പൊടിക്കുക ചെറുതായിട്ട്. എന്നിട്ട് താളിച്ചതിന് ശേഷം അതിക്കിട്ടിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ചോറിനകത്ത് കഴിച്ചാൽ മതി. നാളേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ല ഇനി ഇറക്കി വെക്കാം. നമുക്ക് ഇനി ഇറക്കി വെക്കാം. വെളിച്ചെണ്ണയിൽ ഉള്ളി ഇതൊക്കെ ഇട്ടിട്ട് താളിക്കുക. ചെമ്മീൻ ഇതാ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി തൂമിക്കുന്നുണ്ട്. ഇത് താളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ചെമ്മീൻ പൊടി വയ്ക്കിടാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി വെച്ചിട്ട് പിന്നെ അങ്ങനെ അധികം കട്ടി പാടില്ല. സാധനം നാളേക്ക് നല്ല ടേസ്റ്റ് ആവും. ഇന്നുണ്ടാവും. പക്ഷെ എടുത്ത് വെച്ച കറീനെക്കാട്ടി ഇങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്താൽ മതി. അപ്പോൾ ഉണക്ക ചെമ്മീൻ കറി അഥവാ മാങ്ങാപ്പുളി സൂപ്പർ.